ഈ കഴിഞ്ഞ 9 കൊല്ലക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം ഉണ്ടാക്കിയിട്ടുള്ള വലിയ നേട്ടങ്ങൾ, വികസനത്തിൻ്റെ മേഖലയും അതോടൊപ്പം തന്നെ ജനക്ഷേമത്തിൻ്റെ മേഖലയും ഈ ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങൾ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെൻറ് അവരുടെ ഹൃദയപക്ഷത്തിലുള്ള ഗവൺമെൻറ്റാണ് എന്നുള്ളത് കൃത്യമായി ബോധ്യമുള്ള ഒന്നാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചാവട്ടെ, അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഫണ്ട് നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ജനകീയ ഭരണ സ്ഥാപനങ്ങൾ, ജനകീയ ഗവൺമെൻറ്റുകളാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ അദ്വിതീയമായ സ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് ഇന്ത്യ രാജ്യത്ത് തന്നെ ഉള്ളത്. തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഈ ജനക്ഷേമ നടപടികൾ, വികസനത്തോട് ഈ ഗവൺമെൻറ് കാണിക്കുന്ന സമീപനം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് ഈ ഗവൺമെൻറ് കാണിച്ചുകൊണ്ടിരിക്കുന്ന തികച്ചും സൗഹൃദാത്മകമായിട്ടുള്ള നിലപാട്, ഇവയെല്ലാം ഈ തെരഞ്ഞെടുപ്പിലെ പൊതു രാഷ്ട്രീയ അന്തരീക്ഷത്തെ ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്ന ഒന്നാണ് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ തങ്ങളുടെ സങ്കുചിതമായ രാഷ്ട്രീയ ലക്ഷ്യം നടപ്പിലാക്കുന്നതിന് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിനിടയിൽ വളരെ വേഗത്തിലുള്ള ഒരു വോട്ടർ പട്ടിക പരിഷ്കരണം കൊണ്ടുവന്നുകൊണ്ട് ജനങ്ങൾക്കാകെ വലിയ നിലക്ക് ഉത്കണ്ഠയും അതുപോലെ തന്നെ ജിജ്ഞാസയുമെല്ലാം ഉണ്ടാക്കുന്ന സമീപനങ്ങൾ കേരളത്തിലെ ജനങ്ങളാകെ ഒറ്റക്കെട്ടായി എതിർത്തിട്ട് BJP അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിനുള്ള അതിർത്തിയും തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നമുക്ക് പ്രയോജനപ്പെടും. വിവേചനത്തിൻ്റെ കാര്യമാണ് മാഷ് പ്രത്യേകം പറഞ്ഞത്. ഈ വിവേചനം അനുഭവപ്പെടുന്നത് കേരളത്തിലെ MLA-മാർക്കാണ്. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ഓരോ വർഷവും ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ 300-400 കോടി രൂപയുടെ പദ്ധതി ആ മണ്ഡലത്തിൽ കൊണ്ടുവരുമ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുള്ള ഈ കണ്ണൂർ ജില്ലാ ആസ്ഥാനത്ത് കേവലം തുച്ഛമായ പദ്ധതികൾ മാത്രമേ കൊണ്ടുവന്നുള്ളൂ. അദ്ദേഹം ഫ്ലൈ ഓവറിൻ്റെ കാര്യം പറഞ്ഞു. 2017 ഫ്ലൈ ഓവറിൻ്റെ കാര്യം പറഞ്ഞത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ആ ഫ്ലൈ ഓവർ യാഥാർത്ഥ്യമാക്കുന്നതിന് ഒരു നടപടിയുമില്ല. സമരത്തെക്കുറിച്ച് പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ് സമരം? ഫ്ലൈ ഓവറിനെതിരെയല്ല സമരം. ഫ്ലൈ ഓവർ ആരംഭിക്കുന്നതിലെ അശാസ്ത്രീയതയാണ്. കാരണം മക്കാനിയിൽ നിന്ന് ആരംഭിച്ചിട്ട് ചേംബർ ഹാൾ വരെ കൊണ്ടുവരുന്ന ഈ ഫ്ലൈ ഓവർ കൊണ്ട് കണ്ണൂരിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നതാണ് ഏറ്റവും വലിയ മൗഢ്യം. ഫ്ലൈ ഓവർ എന്ന് പറഞ്ഞതും സമരം ചെയ്തതും ആ ഫ്ലൈ ഓവർ കൊണ്ടുവരുമ്പോൾ കണ്ണൂർ നഗരത്തിൻ്റെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ഉപകരിക്കണം. ആ ഫ്ലൈ ഓവർ വനിതാ കോളേജിൽ നിന്ന് ആരംഭിച്ച് കല്യാൺ സിൽക്സിൻ്റെ കണ്ണോത്തിച്ചാൽ അവസാനിക്കുന്ന വിധത്തിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞിട്ടാണ് സമരം നടന്നത്. നമുക്കറിയാം, AKG ആശുപത്രി ജംഗ്ഷനാണ് കേരളത്തിലെ 10 പോയിൻ്റ് എടുത്താൽ നെറ്റ്പാക്കിൻ്റെ പഠനത്തിൽ ഏറ്റവും കൂടുതൽ വാഹന തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലം. അതുപോലെ തന്നെ കൊയിലി ആശുപത്രി ജംഗ്ഷൻ, ശ്രീപുരം സ്കൂളിൻ്റെ ജംഗ്ഷൻ, താണ ജംഗ്ഷൻ. നമ്മൾ ആലോചിച്ചാൽ മതി. ഇതൊന്നുമില്ലാതെ കാൽടാക്സിൽ മാത്രമാണ് ഇതിൻ്റെ പ്രശ്നമുള്ളത് എന്ന് വരുത്തി തീർത്ത് ഒരു ചെറിയ രൂപത്തിലൊരു മിനുക്കൽ മാത്രം നടത്താനുള്ള ശ്രമത്തെയാണ് എതിർത്തത്. അപ്പോൾ പല വേദികളിലും പറയുന്നത് ഈ ഒറ്റ കാര്യം മാത്രമാണ്. കണ്ണൂർ നഗരത്തിൽ കോർപ്പറേഷൻ എന്നുള്ള രൂപത്തിൽ ഈ ഭരണസമിതി വന്നതിന് ശേഷം ഏറ്റവും കേരളത്തിൽ തന്നെ മാതൃകാപരമായ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. കണ്ണൂരിൽ വികസനം എന്നത് യാഥാർത്ഥ്യമാകുന്നില്ലെങ്കിൽ അതിന് 100% ഉത്തരവാദി ഈ കണ്ണൂരിന്റെ മാറി മാറി ഭരിച്ച കണ്ണൂരിലെ ജനപ്രതിനിധികളായ MLA-മാരും MP-മാരുമായി മാറി മാറി ഇവിടെ പ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ട് വികസനം യാഥാർത്ഥ്യമാക്കാത്ത CPM-കാരും കോൺഗ്രസുകാരുമാണ് എന്ന് അടിവരയിട്ടുകൊണ്ട് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കണ്ണൂർ നഗരത്തിൽ വരുന്ന ഒരാൾക്ക് ഇപ്പം പുതിയതൊരു മുതൽ താഴെ ചൊവ്വര പോകണമെങ്കിൽ 10 കിലോമീറ്റർ ദൂരമാണ്. ആ 10 കിലോമീറ്റർ യാത്ര ചെയ്യണമെങ്കിൽ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഒക്കെ വേണ്ടി വരും ചില സമയത്ത്. എന്തുകൊണ്ട് സംഭവിക്കുന്നു? വികസനത്തിന് തടസ്സം നിൽക്കുകയാണ് ഈ ആളുകൾ. സർക്കാരിന്റെ സ്ഥലം സർക്കാർ സ്വാധീനം ഉപയോഗിച്ച് അത് ഭരിക്കുന്ന പാർട്ടിയുടെയോ അവരുടെ നിയന്ത്രണത്തിലുള്ള ട്രസ്റ്റുകൾക്കോ വേണ്ടിയിട്ട് പാട്ടത്തിനെടുക്കുകയാണ്. 99 വർഷത്തേക്ക്, 50 വർഷത്തേക്ക്, 40 വർഷത്തേക്ക് സർക്കാർ സ്ഥലം റോഡ് എങ്ങനെ വീതി കൂട്ടാൻ സാധിക്കും? നോക്കൂ, കണ്ണൂർ നഗരത്തിൽ തന്നെ എത്രമാത്രം സർക്കാർ സ്ഥലം കഴിഞ്ഞ കുറെ കാലങ്ങളായി CPM-ന്റെ നിയന്ത്രണത്തിലുള്ള സംഘടനകൾക്ക് വേണ്ടി, കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലുള്ള സംഘടനകൾക്ക് വേണ്ടി വർഷങ്ങളോളം പാട്ടത്തിനെടുത്തിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമ്മൾ ഈ സംസാരിക്കുന്ന പ്രസ് ക്ലബിനടുത്ത് ഒരു സ്ഥലം അവിടെ പാട്ടത്തിനെടുത്തിരിക്കുകയാണ്. 10 വർഷത്തേക്ക് പാട്ടത്തിനെടുത്തിരിക്കുന്നു. അവിടെ ഒരു നിർമ്മാണം ആ CPM-ന്റെ നിയന്ത്രണത്തിലുള്ള സംഘടനകൾക്ക് വേണ്ടി അവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെ റോഡ് വീതി കൂട്ടും? ഓരോ ദിവസം കഴിയുമ്പോൾ വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. പക്ഷെ റോഡിന്റെ സൗകര്യം വർദ്ധിപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. BJP ആയാലും പൊതുസമൂഹമായാലും നേരത്തെ ഉന്നയിച്ച ഒരു ആവശ്യം ഉണ്ടായിരുന്നു. കണ്ണൂർ നഗരത്തിൽ എത്തുന്ന ആളുകൾക്ക് ഗതാഗത കുരുക്ക് കൊണ്ട്
അവർ മണിക്കൂറുകളോളം റോഡിൽ കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ പല കോണുകളിൽ നിന്നും ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നായാലും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വം സംഘടന നേതൃത്വം വന്ന അഭിപ്രായം സൂപ്രണ്ട് ഗേറ്റ് മുതൽ താഴെ ചൊവ്വ വരെ മേൽപ്പാലം വേണമെന്നുള്ളതാണ്. എത്ര കാലമായി നമ്മുടെ ഈ ആവശ്യം? എന്തുകൊണ്ട് യാഥാർത്ഥ്യമാകുന്നില്ല? ജനങ്ങളുടെ കോടതിയിൽ നിന്ന് ഇരു മുന്നണികൾക്കും എല്ലാ കാലത്തും വിളിച്ചോടാൻ കഴിയില്ല. UDFന്റെ അഴിമതിയെ കുറിച്ച് LDFും LDFന്റെ അഴിമതിയെ കുറിച്ച് UDFും പരസ്പരം പറഞ്ഞു എത്ര കാലം നിങ്ങൾക്ക് ജനങ്ങളുടെ കോടതികൾ വിളിച്ചോടാൻ പാടില്ല? ഇവിടെ നടക്കുന്നത് ഇത്തരം പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ കാലം നിങ്ങൾ ഇവിടെ ഒരു കക്ഷിയായി മൂടി വെക്കാനുള്ള ശ്രമമാണ് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് നടത്തുന്നത്. കണ്ണൂർ ജില്ലയിൽ നേരത്തെ പറഞ്ഞു CPM എവിടെയും റബലില്ല. കണ്ണൂർ ജില്ലയിൽ പലയിടത്തും CPM റബൽ ഉണ്ടായിട്ടുണ്ട്. അവരെ ചുമതലപ്പെട്ട ആൾ ഉണ്ടായിട്ടുണ്ട്. ചെറുകുന്ന് പഞ്ചായത്തിൽ CPM വന്ന റബലാരാണ്? CPM ബ്രാഞ്ച് സെക്രട്ടറിയാണ് ചെറുകുന്ന് പഞ്ചായത്തിൽ അവിടെ റബലായി വന്നിട്ടുള്ളത്. അപ്പൊ കണ്ണൂർ ജില്ലയിൽ പല സ്ഥലത്തുണ്ട്. മാത്രമല്ല CPM നേരത്തെ ഒരു പറഞ്ഞ 14 സ്ഥലത്ത് ഞങ്ങൾക്ക് എതിരില്ലാതെ ഞങ്ങൾക്ക് ഐക്യങ്ങൾ തെരഞ്ഞെടുത്തു. എങ്ങനെ നിങ്ങൾക്ക് എതിരില്ലാതെ വന്നു? മറ്റുള്ള പാർട്ടിക്കാർ നിർത്തുന്ന സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്നു, അവരെ കൊണ്ട് ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് പറയുന്നു, നിർദ്ദേശിച്ച ആളെ തട്ടിക്കൊണ്ടുപോകുന്നു, അവരിൽ നിന്ന് കണ്ണപുരം പഞ്ചായത്തിലെ BJPയുടെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചാളെ നിർദ്ദേശിച്ചാളെ നിങ്ങളുടെ ആളുകൾ തട്ടിക്കൊണ്ടുപോകുന്നു. തട്ടിക്കൊണ്ടുപോയിട്ട് മാഷെ തട്ടിക്കൊണ്ടുപോയിട്ട് പാർപ്പിക്കുന്നു, ഫലമായി എഴുതി ഒപ്പിടിപ്പിക്കുന്നു. ഇത്തരം സമീപനം സ്വീകരിച്ച് അവരെ റിട്ടേണിംഗ് ഓഫീസറുടെ മുമ്പിൽ പത്രികയും അതുപോലെ അദ്ദേഹത്തെയും ബലമായി ഹാജരാക്കുന്നു. സ്വാഭാവികമായി റിട്ടേൺ ഓഫീസ് തള്ളുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട മലപ്പുറം പഞ്ചായത്ത് നിങ്ങളെ തോന്നലാണ്. നിങ്ങൾ സത്യസന്ധമായി ജനാധിപത്യം പ്രവർത്തിക്കൂ. നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും എതിരാളികൾ ഉണ്ടാകും. ആ എതിരാളികൾ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയില്ല. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നോട്ട എന്ന് പറഞ്ഞ പല സ്ഥലത്തും നിങ്ങൾ ഐയുടെ തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ നോട്ടക്കായിരിക്കും ഭൂരിപക്ഷം കിട്ടാം. പക്ഷേ അത് നിങ്ങൾ മനസ്സിലാക്കും. അസിസ്റ്റന്റ് ഓഫീസർ സമർപ്പിച്ച രേഖയിൽ കൃത്രിമം കാണിച്ചിട്ട് എന്ന് പറഞ്ഞ എന്താ അവസ്ഥ? മുണ്ടേരി ഗ്രാമപഞ്ചായത്തിൽ CPMന്റെ അവിടുത്തെ മുൻ ലോക്കൽ സെക്രട്ടറിയുടെ ഭാര്യ, അത് കോർപ്പറേഷൻ മത്സരിക്കുന്ന പ്രകാശിനിയുടെ സഹോദരിയാണ്. കോർപ്പറേഷനിലെ മേയർ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന VK പ്രകാശിന്റെ സഹോദരി മുണ്ടേരി ഗ്രാമപഞ്ചായത്തിൽ CPMന്റെ റബലായി മത്സരിക്കുന്നു. ലോക്കൽ സെക്രട്ടറി ആയിരുന്ന ആളുടെ ഭാര്യയാണ്. ഇവരില്ല എന്ന് പറയരുത്. ഈ രാജ്യത്തുള്ള എല്ലാ സംഭവം ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവർ ഒരു സ്ഥലത്തേക്ക് അനധികൃതം കടന്നു പോകുന്നു. ഒരാളും ഭരണത്തിന് ഉത്തരവാദി ആരാ? കേസ് നടക്കുന്നുണ്ടല്ലോ. പറയുന്നുണ്ട് ഇവിടെ ആരെങ്കിലും ഇങ്ങനെ ഒച്ചയാക്കിയതിനെ കൊണ്ടുവന്നു. നിങ്ങൾക്ക് ഒരുപാട് സമയം പറയണല്ലോ. ജനാധിപത്യം ഏറ്റവും വളരെ ഇല്ലാതാക്കുന്ന പാർട്ടി BJP ആണെന്നുള്ളത് കോർപ്പറേഷനകത്ത് വരുന്ന നാഗർകോവിൽ മുതൽ കണ്ണൂർ വന്നു കഴിഞ്ഞാൽ കണ്ണൂർ ഒഴികെയുള്ള മിക്ക റെയിൽവേ സ്റ്റേഷനും വികസിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഇടപെടേണ്ട ആരാണ്? ഇപ്പൊ UPA പോയിട്ടോ മൊത്തം റെയിൽവേ രംഗത്തുണ്ടായിരുന്ന വിപ്ലവകരമായ മാറ്റം താങ്കൾക്ക് ബോധ്യമുണ്ട്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനും വളരെ നല്ല നിലയിലേക്ക്, വളരെ ഉയർന്ന നിലയിലേക്ക് കൊണ്ടുവരുന്ന കുറച്ച് വിശ്വാസവും BJP വെച്ചു പുലർത്തുന്നുണ്ട്. യാഥാർത്ഥ്യമാണ്. പക്ഷേ അല്ല, അതൊക്കെ പറയുകയും അതിന്റെ പിന്നാലെ പോവുകയും ചെയ്ത ആളുകൾ ആരാന്നറിയാലോ? കോർപ്പറേറ്റുകൾക്കെതിരെ ആയോരാതെ പ്രസംഗിക്കും. പക്ഷെ കോർപ്പറേറ്റ് പിന്നാലെ പോകുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാലോ. അതായത് 40 കൊല്ലം മുമ്പ് മാഷ് പറയുന്ന കാര്യം തന്നെയാണ്. കോൺഗ്രസ് ഭരിക്കുമ്പോൾ മാഷ് പറയുന്ന കാര്യം പറയുമ്പോൾ ഇത് നിങ്ങൾ ആകെ
പറഞ്ഞ് നിങ്ങൾ ഇപ്പൊ അവശേഷിക്കുന്നത് എവിടെയാ? അതും കൂടെ അസ്തമിക്കുന്നത് വരെ നിങ്ങൾ പറയൂ. ലോകത്തെ ഏറ്റവും വലിയ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ലോകത്ത് ഒരു രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലല്ല. സമ്മതിക്കും മാഷെ, പറയൂ മാഷെ. തലശ്ശേരി മുതല് ബാക്കിയുള്ള എല്ലായിടത്തും LDF ആണല്ലോ. ബാക്കി എന്നെപ്പുറത്ത് മാത്രമേ DMK എടുത്ത് കൊടുത്തിട്ടുള്ളൂ. നാഗർകോവിലിൽ അവിടെ സ്റ്റേഷൻ. ഒരുപാട് സമയം ഒരു കാര്യമില്ല. വിരോധപ്പെടേണ്ട കാര്യം. ഓക്കെ, വികസനത്തിന് എല്ലാവരും ഒന്നാണ്.